ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ ഹെയ്ത്തിക്കെതിരെയുള്ള മത്സരത്തിലാണ് ബ്രസീലിയൻ സൂപ്പർ താരമായ റാഫീഞ്ഞയ്ക്ക് പരിക്കേറ്റത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മത്സരം അദ്ദേഹത്തിന് നഷ്ടമായിരുന്നു. ഇനിയിപ്പോൾ നാളെ ജപ്പാനെതിരെ ബ്രസീൽ ഒരു മത്സരം കളിക്കുന്നുണ്ട്. ആ മത്സരത്തിലും റാഫീഞ്ഞ ഉണ്ടാവില്ല എന്നുള്ളത് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഹൂസ്റ്റണിലേക്ക് ടീമിനോടൊപ്പം ട്രാവൽ ചെയ്യില്ല. നമുക്കറിയാം, ഈ മത്സരം ഹൂസ്റ്റണിലാണ് നടക്കുന്നത്. അവിടേക്ക് അദ്ദേഹം ട്രാവൽ ചെയ്യില്ല, മറിച്ച് അദ്ദേഹം ഫിസിയോ തെറാപ്പി തുടരും എന്നാണ് ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് നാളത്തെ മത്സരം അദ്ദേഹം കളിക്കില്ല എന്നുള്ളത് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി റാഫീഞ്ഞ എന്നാണ് തിരിച്ചെത്തുക എന്നുള്ളതാണ് ആരാധകർക്ക് അറിയേണ്ടത്. അതായത് ക്വാർട്ടർ ഫൈനലിന് മാത്രമായിരിക്കും റാഫീഞ്ഞ റെഡിയാവുക എന്നാണ് ഇപ്പോൾ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ബ്രസീൽ ക്വാർട്ടർ ഫൈനൽ വരെ എത്തുകയാണെങ്കിൽ ആ മത്സരത്തിന് റാഫീഞ്ഞ റെഡിയായിരിക്കും. പ്രീ ക്വാർട്ടർ മത്സരവും അദ്ദേഹത്തിന് നഷ്ടമാവാൻ തന്നെയാണ് സാധ്യത എന്നാണ് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പരിക്കിൽ നിന്നും അദ്ദേഹത്തിന് പൂർണ്ണമായും മുക്തനാവേണ്ടതുണ്ട്. ഏതായാലും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ക്വാർട്ടർ ഫൈനലിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ റാഫീഞ്ഞയുടെ ഒരു ലഭ്യത അവർക്കുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. റാഫീഞ്ഞയുടെ സ്ഥാനത്ത് റയാനാണ് കഴിഞ്ഞ മത്സരം കളിച്ചത്. മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. മുന്നേറ്റത്തെയും അതുപോലെ തന്നെ പ്രതിരോധത്തെയും ഒരുപോലെ സഹായിക്കാൻ റയാന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ വേൾഡ് കപ്പിലാവട്ടെ റാഫീഞ്ഞയ്ക്ക് കളിച്ച മിനിറ്റുകളിൽ പ്രത്യേകിച്ച് തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരികയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഏതായാലും നാളെ ജപ്പാനെ മറികടന്ന് കഴിഞ്ഞാലും ബ്രസീലിനെ നല്ല ഒരു വെല്ലുവിളി തന്നെയാണ് കാത്തിരിക്കുക. ഐവറി കോസ്റ്റ്, നോർവേ, ഈ രണ്ട് ടീമുകളിൽ ഏതെങ്കിലും ഒരു ടീമായിരിക്കും പ്രീ ക്വാർട്ടറിൽ ബ്രസീലിൻ്റെ എതിരാളികളായിക്കൊണ്ട് വരിക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീമായി കൊണ്ടും കാണാം.